വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരണ കണ്ടുല്ലോ അല്ലേ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് റിവർ സൈഡ്, വാട്ടർഫാൾസ്, അതുപോലെ തന്നെ ഒരു സീനിക് ഗോർഗ് ഏരിയ, ഇതൊക്കെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ പേരെന്ന് പറയുന്നത് പാട്ന ഗോർഗ് എന്നാണ്. അപ്പോൾ ജർമ്മനിയിലുള്ള പല ആളുകൾക്കും അറിയായിരിക്കും, ഇത് ഏകദേശം ബവാരിയൻ റീജിയൻ, അതായത് സൗത്തേൺ ജർമ്മനിയുടെ ഒരു ഏരിയയിലായിട്ടുള്ള ഒരു ഗോർഗാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ കുറേ വാട്ടർ ബോഡിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറും ഭംഗിയൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഇതിൻ്റെ ചുറ്റിനും ആൽപ്സ് മൗണ്ടെയിൻസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം മ്യൂണിക് സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറത്തോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാട്ന ഗോർഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിൽ വരാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ഏരിയയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബിഗിനിങ് പോയിന്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന ഒരു ഏരിയയിൽ നിന്ന്, അപ്പോൾ ഇത് ആ ലോങ് സൈഡിൽ നമ്മൾ കാണുന്നില്ലേ, ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗോർഗ് ഏരിയയുടെ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ റൈറ്റ് സൈഡിലാണ് ആ ഒരു വാട്ടർ ഏരിയ ഒക്കെ കാണാൻ പറ്റുക. ഇപ്പോൾ ഞാൻ ഈ ഒരു റോഡിൻ്റെ ഒരു സൈഡിലായിട്ടാണുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിൽ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 300-350 മീറ്റേഴ്സൊക്കെ വാക്കാണ് ഈ ഒരു ഏരിയയിലേക്കുള്ളത്. ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ പറ്റും. ആ വെള്ളത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡൊക്കെ കാണാം കേട്ടോ. കുറച്ച് വെള്ളം അധികം ഉള്ളിടത്ത് ഭയങ്കര ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളർ, ഒരു ലൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഒരു ഇച്ചിരി വൈറ്റിഷ് ആയിട്ടുള്ള കളറാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്ക് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു ഗോർഗ് ട്രെയിലിൻ്റെ ഒക്കെ ഒരു ബിഗിനിങ് പോയിന്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ആ ഒരു വാട്ടർ കളർ നമുക്ക് കാണാമല്ലേ, നല്ല പൊന്മാൻ നീല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഏരിയ ആണത്. അപ്പോൾ ഉള്ളിലേക്ക് ചെല്ലുന്നതോടും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻട്രൻസ് പോയിന്റിൽ എത്തിക്കാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് പോയിന്റിൽ ഇതുപോലെയാണ്, നമ്മൾ ടിക്കറ്റ് അവിടെ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലൊരു ഡാർക്ക് പ്ലേസിലൂടെ പോയിട്ട് ഇതാ കണ്ടോ, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലെത്തി. ഒരു ഗുഹയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഏരിയ എന്നൊക്കെ പറയില്ല, അത്ര ഭംഗിയാണ്. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബിഗിനിങ് പോയിന്റിൽ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുന്തോറും ഒരുപാട് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇവിടെ നാച്ചുറലി ഫോം ആയിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് ഇതുപോലെ ടൂറിസ്റ്റിന് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഇവിടേക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രീസൊക്കെ കാണാം കേട്ടോ. ചില ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും, ഇനി ഉള്ളിലേക്ക് പോകുന്നവരും ചില ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ചില ഏരിയയൊക്കെ കംപ്ലീറ്റ്ലി റോക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കാർവ് ചെയ്തെടുത്ത് ഒരു റൂട്ട് ഇതുപോലെ സെറ്റ് ചെയ്തേക്കാണ് സൈഡിൽ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സൈഡിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എൻട്രൻസ് ഏരിയയിൽ നിന്ന് കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്ത സൈഡ് നോക്കി പതിയെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വീഡിയോസും പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ചില സമയത്തൊക്കെ നല്ല തിരക്കുള്ളപ്പോൾ നമ്മളിങ്ങനെ ക്യൂവിൽ പോവില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആൾക്കാരായിട്ട്. കാരണം അത്രയും അധികം ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും. പിന്നെ കുറച്ച് സമയം നീങ്ങുന്തോറും, അതായത് വൈകുന്തോറും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ്. ഒരു 11-12 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകാൻ കരുതി വന്നാൽ നമുക്ക് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കാണാൻ നമുക്ക് ഏകദേശം ഒരു 45 minutes to 1 hour ഒക്കെ വേണം, തിരക്കുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഏകദേശം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഇതുപോലത്തെ കൊച്ചു വഴികളായതുകൊണ്ട് നമ്മൾ പതിയെ നിന്ന് ഓരോ സ്ഥലത്തൊക്കെ കണ്ട് ആൾക്കാരും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പതിയെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ ഒരു റോക്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ പാറക്കൂട്ടങ്ങളും ഇതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലുള്ള വാട്ടറും ഒക്കെ കണ്ട് പതിയെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ
ഇത് ശരിക്കും വളരെ നാച്ചുറലായിട്ട് ഫോം ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറോഷൻ ഓഫ് സ്ട്രീമാണ് കേട്ടോ. അതിനുശേഷം അത് പതിയെ ട്രാൻസ്ഫോം ആയിട്ട് ഏകദേശം 2300 ഫൂട്ട് ലോങ് ആയിട്ടുള്ളതും 260 ഫൂട്ട് ഡീപ്പായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഗോഡ് ട്രെയിലായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശരിക്കും പറയുന്നത് പാട്ന ഗോഡ് ട്രെയിൽ എന്നാണ്. ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഏകദേശം കുറച്ച് ദൂരത്തിൽ തന്നെ ഈ ഒരു പ്ലേസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നവരും ഭയങ്കര മാസീവായിട്ടുള്ള ഒരു റോക്ക് വാൾസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഐസി ബ്ലൂ കളർ വാട്ടർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര വലിയ ആ ഒരു പാറക്കൂട്ടങ്ങളാണല്ലോ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇത് ശരിക്കും ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു റിവർ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല ഏരിയയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള കളറാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊരു നാരോ റിവർ ഗോർഗേരിയാണ് ഈ ഒരു ഗാർമിഷ് പാർട്ടൻ കിഷൻ എന്നാണ് ഈ ഒരു ബവാരിയയിലെ പ്ലേസിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം വിസിറ്റേഴ്സാണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാൻറ്റസി അങ്ങനെ ഒരു ഫീലൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണ്. നമ്മളിങ്ങനെ ഈ ഒരു റോക്കിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു വാട്ടർ കളറും ഇതിൻ്റെ ഈ ഒരു വെള്ളം ഇങ്ങനെ പതിയെ ഒഴുകുന്നതൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതോട് നമുക്കൊരു 700-750 മീറ്റേഴ്സൊക്കെ ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ശരിക്കും ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈക്കിംഗ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹൈക്ക് ചെയ്ത് വരണമെങ്കിൽ ഏകദേശം 12 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കാഴ്ചകൾ കാണാനുള്ളതുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ട് നോക്കേണ്ട കാര്യം ഇവിടുത്തെ ടൈമിങ്സ് ആണ് കേട്ടോ. കാരണം പല സീസണിലും ഇവിടെ പല ടൈമിങ്സ് ആണ്. ഇപ്പോൾ ജൂൺ സെപ്റ്റംബറിലൊക്കെ വന്നാൽ രാത്രി 8 മണി വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒക്ടോബർ മെയ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്കും ഇത് ക്ലോസ് ആവും. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ആ വെള്ളം ഇങ്ങനെ പതിയെ താഴേക്ക് വീഴുന്ന കാണാൻ പറ്റും. അപ്പോൾ മുകളിലുള്ള വെള്ളമൊക്കെ പതിയെ ഒലിച്ചിറങ്ങുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് നമുക്ക് ആ ഒരു റോക്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് ആ ഒരു വാട്ടർ ഭയങ്കര ഷൈനി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്തോറും നമുക്ക് ഭയങ്കര ടൈനി ആയിട്ടുള്ള ഇതുപോലത്തെ ആ ഒരു മേളിലാ കാണുന്ന ഒരു റോക്ക് സൈഡൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഏരിയയിലൂടെ 1-2 പേർക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത് കേട്ടോ. അതുമാത്രമല്ല ഇവിടുത്തെ വെള്ളം കുറേ കൂടിയും കുത്തി ഒഴുകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ആ ഒരു ബിഗിനിങ് പോയിന്റിലാണെങ്കിൽ കുറേ കൂടിയും വെള്ളമൊക്കെ ഇങ്ങനെ ആഴമൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ മേളിൽ നിന്ന് നല്ല കുത്തി ഒലിച്ച് വരുന്ന വെള്ളമാണ്. അത് മാത്രമല്ല സൈഡിൽ നിന്നും ഈ ഒരു മൗണ്ടെയിനിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന വെള്ളമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കിലായിട്ടാണ് വെള്ളം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം സൂക്ഷിക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് മുങ്ങിപ്പോകുന്ന അത്ര വെള്ളമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര റോക്ക് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം ഈ ഒരു ഏരിയയിലൂടെ നടക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളുടെ സ്ക്രോളേഴ്സും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ ഈ ഒരു പ്ലേസ് ഇത്രയും സ്പെഷ്യൽ ആവാൻ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സെഞ്ച്വറീസിന് മുമ്പ് തന്നെ ഇത് വളരെ നാച്ചുറലി ഫോമായിട്ട് വന്ന ഒരു റിവർ ട്രെയിൽ ഏരിയയാണ്. അതുപോലെ തന്നെ ഇത് വർത്തി വിസിറ്റ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ. ഈ ഒരു റോക്ക് സൈഡും ഈ ഒരു വാട്ടറും ഇതിൻ്റെ കളറും ഇതിൻ്റെ ഭംഗിയൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരെ വരാനും ഇഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു വാട്ടർ ബോഡി മാത്രമല്ല, ഇവിടുത്തെ ഈ റോക്സും ഇതൊക്കെ ഒരുപാട് മില്യൺ ഇയേഴ്സ് എഗോ നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പാട്നാക് സ്ട്രീം മുറിഞ്ഞ് ഇതുപോലത്തെ ചെറിയ റോക്സ് ആയിട്ട് മാറുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ഗ്യാപ്സ് കാണാൻ പറ്റുന്നത്. അതിനുശേഷമാണ് ഇതുപോലൊരു റിവറായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ശരിക്കും മൗണ്ടെയിൻ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ഗോർഗ് ഏരിയയിൽ നിന്നൊക്കെ ഫോം ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ 7.5 euros ആണ് ഇവിടുത്തെ ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗാർമിഷ് പാർട്ടൻ കിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തും ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ കുറേ കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തി. അതേസമയം മ്യൂണിക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മേലെ സമയമെടുക്കും ഡ്രൈവ് ചെയ്യാൻ.
അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നവരും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് കുറച്ച് സമയം ഇതിലൂടെ ഇങ്ങനെ നടന്ന് പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഈ ഒരു മ്യൂണിക് ബവാരിയ സൈഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പതിയെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു ട്രെയിലിൻ്റെ എൻഡ് പോയിന്റിലെത്തിയിട്ടോ. അപ്പോൾ ഏകദേശം ഒരു 700-750 മീറ്റേഴ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻട്രി പോയിന്റിലോട്ട് തിരിച്ചു പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഹൈക്കിംഗ് ഏരിയയിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഹൈക്കൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ ഇവിടെ നിന്നും ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആളുകൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you again. Bye bye.